കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബ രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്തു. രാജ്യം എല്ലാ വെല്ലുവിളികളെയും നേരിടുമെന്നും രാജ്യത്തിന്റെ സംരക്ഷണവും സുരക്ഷിതത്വവും പൊതു ഉത്തരവാദിത്തമാണെന്നും സൂചിപ്പിച്ചു. കുവൈറ്റിന് ഏത് വെല്ലുവിളിയെയും മറികടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഉണർത്തി അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബ. ഉൾക്കാഴ്ചയോടും വിവേകത്തോടെയുമുള്ള ഇടപെടലുകൾ വിജയിക്കുമെന്ന് ചരിത്രം തെളിയിച്ചിട്ടുണ്ട്. പ്രതിസന്ധികളെ നേരിടുമ്പോഴുള്ള ഐക്യമാണ് ഒരു രാജ്യത്തിന്റെ ഭാവിയെ രൂപപ്പെടുത്തുന്നതെന്നും അമീർ സൂചിപ്പിച്ചു. റമദാനിലെ അവസാന 10 രാവുകളെ അനുസ്മരിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിനിടെയാണ് സമീപകാല സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അമീറിന്റെ വാക്കുകൾ. കുവൈത്തിനെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ സൈനിക ഉദ്യോഗസ്ഥരുടെയും നിരപരാധികളായ സാധാരണക്കാരുടെയും നഷ്ടത്തിന് കാരണമായതായി അമീർ ചൂണ്ടിക്കാട്ടി. ഒരു രാജ്യത്തിനെതിരായും സൈനിക നടപടികൾക്ക് തങ്ങളുടെ പ്രദേശവും വ്യോമാതിർത്തിയും ഉപയോഗിക്കില്ലെന്ന കുവൈറ്റിന്റെ നിലപാട് അമീർ ആവർത്തിച്ചു. വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിൽ സൗഹൃദ രാഷ്ട്രങ്ങൾ പ്രകടിപ്പിച്ച ഐക്യദാർഢ്യത്തെ അമീർ പ്രശംസിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ ആർട്ടിക്കിൾ 51 അനുസരിച്ച് കുവൈറ്റ് അതിന്റെ പരമാധികാരവും സുരക്ഷയും സംരക്ഷിക്കുന്നതിൽ ഉറച്ചു നിൽക്കുന്നതായും വ്യക്തമാക്കി. രാഷ്ട്രത്തെ സംരക്ഷിക്കുക എന്നത് ഒരു പൊതു ഉത്തരവാദിത്തമാണെന്നും സമൂഹത്തെ അസ്ഥിരപ്പെടുത്തുന്ന തെറ്റായ വിവരങ്ങളും പ്രവർത്തനങ്ങളെയും കുറിച്ച് ജാഗ്രത പാലിക്കണമെന്നും ഉണർത്തി. കുവൈത്തിലെ പൗരന്മാർക്കും താമസക്കാർക്കും സന്ദർശകർക്കും റമദാൻ ആശംസകൾ നേർന്ന അമീർ ക്ഷമ, കാരുണ്യം, പരസ്പര പിന്തുണ, സാമൂഹിക ഉത്തരവാദിത്തം എന്നീ മൂല്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള സമയമായി റമദാൻ മാസത്തെ വിശേഷിപ്പിച്ചു. ദേശീയ ഐക്യവും കൂട്ടായ പുരോഗതിയും ശക്തിപ്പെടുത്തുന്നതിന് ഈ തത്വങ്ങൾ ഉപയോഗിക്കാനും ആഹ്വാനം ചെയ്തു. ആക്രമണങ്ങളിൽ രക്തസാക്ഷികൾക്കായി അമീർ പ്രാർത്ഥിച്ചു. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ് വെങ്ങര.